ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. സദ്യയിൽ ഉൾപ്പെടുന്ന ഒരു മനോഹരമായ വിഭവമാണ് പൈനാപ്പിൾ പച്ചടി. ഇത് മധുരപ്പച്ചടി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എരിവും മധുരവും ചേർന്നിട്ടുള്ളൊരു മാജിക്കൽ കോമ്പിനേഷനാണ് ഈ പൈനാപ്പിൾ പച്ചടി അഥവാ മധുരക്കറി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു ഏത്തപ്പഴം ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1.5 പൈനാപ്പിളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൂഞ്ഞിലെല്ലാം കളഞ്ഞ ശേഷം അതും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗം മിക്സിയിലിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കുക. പൈനാപ്പിളിൻ്റെ ഫുൾ ഫ്ലേവർ ഈ കറിയിലേക്ക് ഇറങ്ങുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി ഇതിന് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ കടുകുമാണ്. കടുക് തേങ്ങയിലേക്ക് ചേർത്ത ശേഷം വെള്ളം ഒട്ടും തന്നെ ഒഴിക്കാതെ മിക്സിയിൽ 2-3 പൾസ് മാത്രം കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുക. കടുക് അരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തപ്പഴവും പൈനാപ്പിളും ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളും കൂടെ ചേർത്ത് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ചേർത്ത ശേഷം അടുപ്പിലേക്ക് വയ്ക്കുക. ഇതെല്ലാം ഒന്ന് ചൂടായി ഒരു ചെറിയ തിള വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ഉപയോഗിച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് മാത്രം ചേർക്കുക. എനിക്ക് കിട്ടിയിരിക്കുന്ന പൈനാപ്പിളിന് അത്യാവശ്യം പുളിയുള്ളത് കൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പരുവത്തിൽ ഇതിനെ വരട്ടിയെടുക്കുക. ഒരുപാട് വലിച്ചെടുക്കരുത്, കുറച്ച് വെറ്റ്നസ് വേണം താനും. ഇനി ഇതിലേക്ക് ചതച്ച തേങ്ങയും കടുകും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് തണുക്കാനായി മാറ്റിവെക്കുക. ഇനി നമുക്ക് കറിയൊന്ന് വറവിടാം. അതിനായി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 4 തണ്ട് കറിവേപ്പിലയും 3 വറ്റൽമുളകും കൂടെ ചേർത്ത് ഇളക്കി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തത് തീർത്തും ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുന്നതിനായി 1 പിടി കശുവണ്ടി ഞാൻ ഇതേ പാനിൽ അതിൻ്റെ എണ്ണമയത്തിൽ തന്നെ, വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യ നോട്ടത്തിൽ തന്നെ പൈനാപ്പിൾ പച്ചടിയാണെന്ന് തിരിച്ചറിയിക്കുന്ന കറുത്ത മുന്തിരിയാണ് അടുത്തത്. 20ഓളം കറുത്ത മുന്തിരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മുന്തിരി ചേർക്കുമ്പോൾ കറിക്ക് ഒട്ടും തന്നെ ചൂടുണ്ടാവരുത്. ചൂടോടുകൂടി ചേർത്താൽ ഇത് പൊട്ടിപ്പോകും. പിന്നെ ഒരു ടിപ്പ് കൂടെ പറഞ്ഞു തരാം. വറവിട്ട പാനിൻ്റെ ചൂട് തീർത്ത് മാറിയ ശേഷം 2 തുള്ളി വെളിച്ചെണ്ണ അതിലേക്ക് ഇറ്റിച്ച ശേഷം ഈ കറുത്ത മുന്തിരി അതിലേക്ക് ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ ഈ മുന്തിരിക്ക് നല്ല ഷൈനിങ് കിട്ടുകയും ചെയ്യും. കറിക്ക് നല്ലൊരു ലുക്കും ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയാണ്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.